find the one, you should never give her up. I think it's the way life. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഒരു ഡോനെ കൊണ്ട് 5 തരം സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡോക്ക് ആവശ്യമായ സാധനങ്ങൾ: 900 ഗ്രാം മൈദ, ഉപ്പ് 1 ടീസ്പൂൺ, 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2.5 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1 കപ്പ് വാം വാട്ടർ, മിൽക്ക് 1 കപ്പ്. ആദ്യം നമുക്ക് മൈദയിലേക്ക് പഞ്ചസാര, ഉപ്പ്, ഈസ്റ്റ്, മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മൈദയിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വാം വാട്ടറും 1 കപ്പ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഡോ നീഡ് ചെയ്യണം. ഡോ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് കിട്ടല്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഡോൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ക്ലീൻ ഫിലിം കൊണ്ട് അടച്ചു വെച്ചിട്ട് 1.5 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഡോ ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഡോ ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഡോ ഒരു ക്ലീൻ സർഫസിലേക്ക് മാറ്റാം. ഡോൻ്റെ മുകളിൽ മൈദ വിതറാം. ഡോയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ബാക്കി മാറ്റി വെക്കാം. ഇനി ഈ ഡോ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ 10 ബോളാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. ക്ലീൻ ഫിലിമും ടവലും യൂസ് ചെയ്തിട്ട് 5 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ബണ്ണിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പും പിഞ്ച് കുരുമുളക് പൊടിയും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബണ്ണിൻ്റെ മുകളിൽ ബ്ലാക്കും വൈറ്റും എള്ള് വിതറി കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 24 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. 24 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പീറ്റ ബ്രെഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡോയിൽ നിന്ന് 6 പീറ്റ ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഇനി പിസ്സ ബേസ് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലത്തെ ഒരു റൗണ്ട് കട്ടർ യൂസ് ചെയ്തിട്ട് 6 പിസ്സ ബേസ് കട്ട് ചെയ്തെടുക്കാം. ബേസ് നല്ലോണം തിന്നാവരുത്, ചെറിയൊരു തിക്നെസ് വേണം. ഇനി ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുത്തിട്ട് കൊടുക്കാം. ഇനി ഇതൊരു ടവൽ വെച്ച് 3 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച പാനിലേക്ക് പിസ്സ ബേസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിസ്സ ബേസ് റെഡിയായി.
ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫില്ലിങ്സിനായി ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടിയും ചില്ലി പൗഡറും ഉപ്പും ലെമൺ ജ്യൂസും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പീറ്റ ബ്രെഡിൻ്റെ അകത്ത് വെക്കാനായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ക്യാരറ്റ്, തക്കാളി, ഉള്ളി, ക്യാബേജ്, മല്ലിയില, കുക്കുംബർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണീസും കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഫില്ലിങ് പീറ്റ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ബർഗർ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചില്ലി പൗഡറും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഈ ഗ്രൈൻഡറിലേക്ക് ഈ ചിക്കനും ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗവും 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ അരച്ച അതേ ഗ്രൈൻഡറിലേക്ക് തന്നെ ഒരു പകുതി ഉള്ളിയും 2 പച്ചമുളക്, ഒരു പകുതി ടൊമാറ്റോ, 1/4 കഷ്ണം ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ ഒറിഗാനോ ഓപ്ഷണൽ ആണ്. ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് കോൺഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബർഗറിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇതുപോലത്തെ 10 ബർഗറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച പാനിൽ നമുക്ക് ഈ ബർഗർ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പിസ്സ ആക്കാം. അപ്പോൾ നമുക്ക് പിസ്സ ബേസിൻ്റെ മുകളിൽ കെച്ചപ്പ് ആക്കി കൊടുക്കാം. ഇനി ഈ കെച്ചപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് ഒലീവ്സും ജലാപിനോവും വെച്ച് കൊടുക്കാം. ഇനി ഈ പിസ്സ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഗ്രില്ലിൽ 8 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിസ്സ റെഡി ആയിട്ടുണ്ട്. പിസ്സ ഇനി കൂളിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ഡോ ചിക്കൻ ഫിൽ ചെയ്തിട്ട് 2 രീതിയിൽ റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് വെച്ച് കൊടുക്കാം.
നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ മിശ്രിതം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 25 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂളിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബണ്ണ് 2 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് ബണ്ണിൻ്റെ മുകളിൽ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ പീസ് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ ബർഗർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ മയോണീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മിനി ബർഗർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 5 തരം സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.